गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2025 നവംബർ 9 മുതൽ 15 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, തുലാം 23 മുതൽ 29 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ശുക്രനും രവിയും അഷ്ടമത്തിൽ ബുധനും കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രക്തസ്രാവത്തിന് സാധ്യത കാണുന്നു. കാര്യവിജയം, ഭയം, ദുഃഖം, ധനവരവ് എന്നിവയ്ക്ക് യോഗമുണ്ട്. ശത്രുശല്യവും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. പുത്രലാഭവും ധനപുഷ്ടിയും പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ മൂലം ദുഃഖത്തിന് സാധ്യത. കുടുംബകലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. മനോദുഃഖം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ശുക്രനും രവിയും കളത്രസ്ഥാനത്ത് കുജനും ബുധനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. രോഗശമനം ഉണ്ടാകും. ശത്രുശല്യവും മനോവിഷമങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യബന്ധം മെച്ചപ്പെടും. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും അലട്ടും. ധനനഷ്ടം, കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. അനുഭവഗുണം വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളും സാമാന്യം അനുകൂലമായി തീരും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, ഉണർത്തം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് ശുക്രനും സൂര്യനും, ശത്രുസ്ഥാനത്ത് കുജനും ബുധനും, കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്ത് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഉണ്ടായേക്കാം. അലച്ചിലും കഷ്ടപ്പാടും ഉണ്ടാകും. ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. ജീവിത പങ്കാളി മുഖേന ധനാഗമത്തിന് സാധ്യത. കാര്യവിജയം ഉണ്ടാകും. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തി ഉണ്ടാകും. ശയനസുഖം, മൃഷ്ടാന്നലാഭം, വസ്ത്രലാഭം, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മനസ്സിന് അസ്വസ്ഥതകൾ വർദ്ധിക്കാം. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴം, സുഖസ്ഥാനത്ത് ശുക്രനും സൂര്യനും, പുത്രസ്ഥാനത്ത് കുജനും ബുധനും, ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ വർദ്ധിക്കും. മനപ്രയാസം ഉണ്ടാകും. ശയനസുഖം, മാനക്ഷയം, കാര്യവിജയം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത. സന്താനഗുണം കുറയും. ശത്രുഭയം ഉണ്ടാകും. ഉപാസനാദി കാര്യങ്ങളിൽ അലംഭാവമുണ്ടാകും. അർത്ഥനാശവും സ്ഥാനഭ്രംശവും ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. പിതൃതുല്യരായവർക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴം, സഹോദരസ്ഥാനത്ത് ശുക്രനും സൂര്യനും, സുഖസ്ഥാനത്ത് കുജനും ബുധനും, അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പുത്രന്മാർക്കും പശുക്കൾക്കും കഷ്ടതയ്ക്ക് സാധ്യത. അധികാരസ്ഥാനപ്രാപ്തി ഉണ്ടാകും. യാത്രാക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. ബന്ധുസമാഗമം ഉണ്ടാകും. ഉദരരോഗത്തിന് സാധ്യത. ഭാഗ്യസിദ്ധി, കർമ്മതടസ്സം, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സ്ഥാനപ്രാപ്തിയും അനുഭവഗുണവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴം, ധനസ്ഥാനത്ത് ശുക്രനും സൂര്യനും, കളത്രസ്ഥാനത്ത് ശനിയും, സഹോദരസ്ഥാനത്ത് കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. പൂർവികമായും സ്വപ്രയത്നത്താൽ ലഭിക്കേണ്ടതായ ധനം തടസ്സപ്പെടും. മൃഷ്ടാന്ന ലാഭം, സർക്കാർ ആനുകൂല്യം, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം.
ശത്രുശല്യം കുറയും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. തറവാട്ടിൽ നിന്ന് സഹായ സഹകരണങ്ങൾ കിട്ടാനിടയുണ്ട്. കുടുംബസൗഖ്യവും അനുഭവ ഗുണവും ഉണ്ടാകും. മാർഗമധ്യത്തിൽ ആപത്തുകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ശുക്രനും സൂര്യനും ശത്രുസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുശല്യം കുറയും. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. കളത്ര സൗഖ്യവും മുഷ്ടാന്ന ലാഭവും ഉണ്ടാകും. കോപം നിയന്ത്രിക്കണം. കർമ്മരംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധനം, അഭീഷ്ടസിദ്ധി, സന്തോഷം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സഞ്ചാരക്ലേശത്തിന് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, വ്യയസ്ഥാനത്ത് ശുക്രനും സൂര്യനും പുത്രസ്ഥാനത്ത് ശനിയും ജന്മത്തിൽ കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അഗ്നി, വാഹനം, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടായേക്കാം. സ്വജനവിരഹവും ഉഷ്ണരോഗവും പ്രതീക്ഷിക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. ഭാഗ്യവർദ്ധനവും ആജ്ഞാശക്തിയും അനുഭവപ്പെടും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം ഉണ്ടാകും. സന്താനഗുണം കുറയും. മനോവിഷമം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴം, ലാഭസ്ഥാനത്ത് ശുക്രനും സൂര്യനും സുഖസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകും. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകാം. യാത്രാക്ലേശവും ധനനഷ്ടവും പ്രതീക്ഷിക്കാം. ശത്രുഭയവും പാപപ്രവൃത്തിയിൽ താൽപ്പര്യവും വർദ്ധിക്കും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. മൃഷ്ടാന്ന ലാഭം, ആയുധം കൊണ്ട് മുറിവ്, അനാരോഗ്യം, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യത. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴം, കർമ്മസ്ഥാനത്ത് ശുക്രനും സൂര്യനും സഹോദരസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതിയും അനുഭവഗുണവും ഉണ്ടാകും. രോഗശമനം, മൃഷ്ടാന്ന ലാഭം, അപകട സാധ്യത, ഭയം എന്നിവ ഉണ്ടായേക്കാം. ഭൂമിലാഭം ഉണ്ടാകാനിടയുണ്ട്. കുടുംബസുഖവും മനസ്സന്തോഷവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് കലഹങ്ങൾക്ക് സാധ്യത. ധനനഷ്ടത്തിനും വിദ്യാതടസ്സത്തിനും സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴം, ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സൂര്യനും ധനസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കുകയില്ല. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. കർമ്മപുഷ്ടി കുറയും. സഞ്ചാര തടസ്സം, ധനവരവ്, സമ്മാനലാഭം, അഗ്നിഭയം എന്നിവ പ്രതീക്ഷിക്കാം. പ്രിയജനവിരഹം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴം, അഷ്ടമത്തിൽ ശുക്രനും സൂര്യനും ജന്മത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് കുജനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭയം പലതരത്തിലും വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടായേക്കാം. ഭയം, ദുഃഖം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം എന്നിവ ഉണ്ടാകും. അർത്ഥനാശവും അനാരോഗ്യവും ഉണ്ടായേക്കാം. വിവേകശൂന്യമായ പെരുമാറ്റം ഒഴിവാക്കുക. കുടുംബസുഖവും സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകും. വരവും ചെലവും ഒരുപോലെ വർദ്ധിക്കും. വൃഥാസഞ്ചാരം വേണ്ടിവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക.